ഈ സിനിമയെ കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞത് തന്നെ നമ്മുടെ ഇതിലെ പ്രമുഖ നായകനായിട്ടുള്ള ഷൈൻ ടോം ചാക്കോ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പുള്ളി കിടന്ന് കാണിച്ച കുറേ കോമാളിത്തരങ്ങളും പട്ടിഷോയൊക്കെ കൊണ്ടിട്ടാണ്. അങ്ങനെയാണ് ഈ സിനിമയെ കുറിച്ചിട്ട് ഞാൻ അറിയാനിടയായത്. അങ്ങനെ പോയി കണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി എന്താണോ ഇൻ്റർവ്യൂകളിൽ കിടന്ന് കാണിക്കുന്നത് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലുള്ള കോമാളിത്തരാണ് ഈ സിനിമയിലും കാണിക്കുന്നത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാം ആ കഥാപാത്രത്തിന് വേണ്ട കാര്യങ്ങളാണെന്ന്. പക്ഷേ ആ കഥാപാത്രത്തിന് ആ വേണ്ട കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ഈ റിയൽ ലൈഫിൽ കിടന്ന് ഇൻ്റർവ്യൂകളിൽ കാണിക്കുന്നത്. പിന്നെ ഈ കഥാപാത്രത്തിന് വേറൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഷൈൻ ടോം ചാക്കോ എന്ന വ്യക്തിയായിട്ട് ഞാൻ കൂട്ടിക്കുഴങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അത് ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു കഥാപാത്ര ട്രീറ്റ്മെൻറ്റാണ് അവിടെ നടത്തിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു സ്വഭാവം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഈ വിവേകാനന്ദൻ എന്ന് പറയുന്ന ക്യാരക്ടർ കാണിക്കുന്ന എല്ലാം തന്നെ ഷൈൻ ടോം ചാക്കോ നമ്മൾ കാണുന്ന ഇൻ്റർവ്യൂകളിൽ കാണിക്കുന്ന സെയിം സ്വഭാവം, സെയിം ആക്ഷൻ കാര്യങ്ങൾ എല്ലാം സെയിം തന്നെയാണ്. പിന്നെ അത് പെർഫോമൻസ് ഒന്ന് പറയുകയാണ്. അപ്പോൾ ഇനി ഈ സിനിമയുടെ മൊത്തത്തിലുള്ളൊരു തീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം ഈ സിനിമയുടെ അവസാനം പറയുന്നുണ്ട്, ഞങ്ങൾ ഈ സിനിമ വഴി ഒരു മെസ്സേജും പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ എഴുതി കാണിക്കുന്നുണ്ട്, ഇത് സാങ്കല്പികമായിട്ടുള്ള സംഭവങ്ങൾ, ആ മാതിരി ഒരു ഡിസ്ക്ലെയിമർ. അപ്പോൾ എനിക്ക് ഈ സിനിമ സംവിധാനം ചെയ്ത കമലിനോട് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും അമച്വറായി പോകരുത്. അതായത് ഒരു ഭയങ്കര പ്രാധാന്യമുള്ളൊരു വിഷയത്തിന് കൈകാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡും ചേർന്ന് നിൽക്കാതെ വേണമെങ്കിൽ സിനിമ എടുക്കാം. പക്ഷേ ചില സിനിമകളിലെ ചില സബ്ജക്റ്റുകളിൽ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം ചേരണം. ഈ സിനിമയിൽ കൃത്യമായിട്ടൊരു പക്ഷം ചേരുന്നുണ്ട്. പക്ഷേ അത് ഒരു അമച്വറായിട്ട് കൈകാര്യം ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് വാശി പോലെയുള്ളൊരു സിനിമ, ടൊവിനോ തോമസിൻ്റെ വാശി സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം. ആ ഒരു വിഷയമൊന്നും നമുക്ക് ഒരിക്കലും ഒരു പക്ഷം ചേർന്നു എന്ന് പറയാൻ പറ്റില്ല. അത് വളരെ ന്യൂട്രലായിട്ട് കാണുന്ന ആളുടെ യുക്തി അനുസരിച്ച് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സിനിമയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലെയുള്ള ഒരു സിനിമയൊക്കെ നമുക്ക് ന്യൂട്രലായിട്ടൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ കൃത്യമായിട്ടൊരു പക്ഷം ചേർന്ന് നിന്ന് മാത്രമേ ആ കഥയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതും വളരെ കൃത്യമായിട്ടൊരു പക്ഷം ചേർന്ന് നിന്ന് മാത്രം പറയാൻ പറ്റുന്നൊരു കഥയാണ് ഇത് സിനിമയാക്കിയിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം ആ ഒരു പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കണുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ അതത്രയും കാര്യമായിട്ടല്ല, വളരെ അമച്വറായിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് ഈ സിനിമ മൊത്തത്തിൽ ഉടനീളം എനിക്ക് കിട്ടിയത്. അത് ഈ സിനിമയുടെ ആസ്വാദനത്തിന് ബാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടു തീർത്തു എന്ന് പറയാനേ ഉള്ളൂ. എനിക്കൊരാൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പെർഫോമൻസ് ഒന്ന് കാണണം, ഇതൊരു ഗംഭീര പെർഫോമൻസോ എന്നൊന്നും പറയാനുള്ള ഒന്നുമില്ല. ഷൈൻ ടോം ചാക്കോയുടെ ഇതുവരെയും കണ്ട സിനിമകളിൽ നിന്ന് ഒരു വ്യത്യസ്തതയും എനിക്ക് ഫീൽ ചെയ്യാത്ത ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. പിന്നെ ബാക്കിയുള്ള ആളുകളുടെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രേസ് ആൻ്റണി, അദ്ദേഹം സാധാരണ സിനിമകളിലൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള നല്ല പെർഫോമൻസ് തന്നെയാണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സ്വാസിക ഈ പറയുന്ന പോലെ തന്നെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കോമാളിത്തരങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇൻ്റർവ്യൂകളിൽ അദ്ദേഹം വൻ ഒരു കോമാളിയാണ്, അത് സമ്മതിക്കുന്നു. സ്വാസികയുടെ കാര്യമാണ്. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ വളരെ ജെൻറ്റിലായിട്ട് വളരെ ആ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിലുള്ള അടിപൊളി പെർഫോമൻസ് അവർ കാഴ്ചവെക്കുന്നുണ്ട്. അതാണ് ശരിക്കും വേണ്ടത്. അവർ റിയൽ ലൈഫിൽ എന്തോ ആയിക്കോട്ടെ. ഷൈൻ ടോം ചാക്കോയുടെ കേസ് റിയൽ ലൈഫിലും എന്താണോ പുള്ളി അത് തന്നെയാണ് സിനിമയിലേക്ക് വരുമ്പോൾ കാണിക്കുന്നത്. നമുക്ക് യാതൊരു പുതുമയും ഫീൽ ചെയ്യുന്നില്ല. അദ്ദേഹം അഭിനയിക്കുന്നതായിട്ട് പോലും ഫീൽ ചെയ്യാറില്ല. എനിവേ, അത് ചിലപ്പോൾ നാച്ചുറൽ ആക്ടിങ് ആണെന്ന് അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ ചിലപ്പോൾ പറയുന്നുണ്ടാവും. അദ്ദേഹം മറ്റേ നമ്മുടെ സത്യസായി ബാബ അല്ലെങ്കിൽ മറ്റേ ജഗദ്ഗുരു ഒക്കെ ആയിട്ടാണ് പുള്ളീനെ ഉപമിക്കുന്നത്. എനിവേ, ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ സിനിമയെ കുറിച്ചിട്ട് ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളിലാണ് എനിക്ക് കൂടുതലൊരു അമച്വറായിട്ടുള്ളൊരു എഴുത്ത് ഫീൽ ചെയ്തത്. കാരണം എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെ പറയേണ്ട കാര്യങ്ങൾ വളരെ മെക്കാനിക്കലായിട്ടാണ് ഈ സിനിമയിൽ പല ഡയലോഗുകളും വരുന്നത്. അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമലിനെ പോലുള്ള ഒരാൾ, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ എഴുത്തിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വളരെ മെക്കാനിക്കലായിട്ടാണ് ഇതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളല്ലാതെയും സിനിമകൾ ഒരുപാട് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ കാതൽ സിനിമയാണെങ്കിൽ പോലും നമ്മുടെ ലൈഫിനോട് ഭീകരമായിട്ട് അടുത്ത് നിൽക്കുന്ന, നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയലോഗുകളാണ് കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇത് ഭയങ്കര ഒരു മെക്കാനിക്കലായി പോകുന്നത് പോലെയുള്ള ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രത്തോളം അവർ പറയാൻ ഉദ്ദേശിച്ചൊരു തീം അത്രത്തോളം കൺവേ ആയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ
സ്വാസിക ഒരു പോയിന്റിൽ ഈ സിനിമയിൽ, സ്വാസികയുടെ കഥാപാത്രം ഒരു പോയിന്റിൽ ഈ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗാണ്, ഈ വിഷയം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, എന്തൊക്കെ വഴികളുണ്ടായിരുന്നു വേറെ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഒരു കാര്യമാണ് എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. ഈ സിനിമ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാകമാകാത്ത ആഹാര പദാർത്ഥം കഴിച്ച ഒരു ഫീലാണ് എനിക്ക് ഈ സിനിമ മൊത്തത്തിൽ സമ്മാനിച്ചത്. അതാണ് ഞാൻ നേരത്തെ അമച്വറായിട്ടുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഈ സിനിമയെ പറയാൻ കാരണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി കാര്യങ്ങളെല്ലാം സിനിമയ്ക്ക് യോജിച്ച രീതിയിൽ വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാനില്ല. അത്രയൊക്കെയാണ് ഈ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതൊരു നഷ്ടബോധമൊന്നും തോന്നാത്തൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള, അത് തിയേറ്ററിൽ പോയൊന്നും കാണണമെന്ന് ഞാൻ ഒരു രീതിയിൽ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും, നിങ്ങൾക്ക് OTTയിലോ തിയേറ്ററിലോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വൺ ടൈം ഒന്ന് കണ്ട് പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാനോ നിങ്ങൾ പോയി ഉറപ്പായിട്ടും കാണണമെന്ന് പറയാനോ ഒന്നും തോന്നാത്ത ഒരു സാധാരണ ഒരു പടം എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ച് പറയാനായിട്ട്. എനിവേ, താങ്ക് യു സോ മച്ച്.